ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ അവ്യക്തതകളിൽ കടുത്ത നിലപാടിനൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. കരാർ കമ്പനിയായ ഊരാളുങ്കലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന IIC-യുടെ ബില്ല് വെട്ടും. കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. കണക്കുകൾ പരിശോധിക്കാൻ ദേവസ്വം ആസ്ഥാനത്ത് നിർണായക യോഗം തുടങ്ങി. കരാർ കമ്പനിയായ IIC-യുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ചർച്ച നടത്തും. ഓഡിറ്റ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ്സും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് K. ജയകുമാർ പറഞ്ഞു. പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ സുഹൃത്തെ, പൊരുത്തക്കേടുകൾ തീർത്ത് നിങ്ങളെ 11 മണിക്ക് ഞാൻ എല്ലാം അറിയിക്കാം. മനുഷ്യന് പ്രതീക്ഷയിലല്ലേ ജീവിക്കുന്നത്, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. റഹീസ് റഷീദ് അല്പസമയത്തിനുള്ളിൽ ഒരു 11 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ടേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. അപ്പോൾ കണക്കുകളിലൊക്കെ വ്യക്തത വരുത്തും. പറയാൻ പോകുന്ന കണക്ക് നവംബർ മാസത്തിൽ ദേവസ്വം കമ്മീഷൻ കൊടുത്ത കണക്കായിരിക്കുമല്ലേ, 4,99,00,000. എന്തായാലും ഈ കരാർ കമ്പനിയായ IIC-ക്ക് ഊരാളുങ്കൽ മാനേജ് ചെയ്യുന്ന IIC കമ്പനിക്ക് ഒരു നയാ പൈസ പോലും ഇനിയിപ്പോൾ അധികമായിട്ട് കൊടുക്കത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് നമ്മളുടെ പഴയ നമ്പൂതിരിക്കൊക്കെ 10-24 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പൈസയൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ലെന്ന് വേണോ മനസ്സിലാക്കാൻ? അരുൺകുമാർ, അല്പസമയത്തിനകം അതിനകത്തെ ഒരു തീരുമാനം മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഭരണസമിതിയുണ്ട്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, വിജയൻ ആൻഡ് അസോസിയേറ്റ്സിലെ ആളുകളുണ്ട്. ഒപ്പം ഇത് IIC-യുടെ ഊരാളുങ്കലിന്റെ മറ്റൊരു കമ്പനിയായ ചവറയിലെ IIC-യുടെ പ്രതിനിധികളും ഉണ്ട്. ആ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകും? അവരാദ്യം 8,11,00,000 ഒരു ബില്ല് കൊടുത്തു. ഏറ്റവും അവസാനം 6,55,00,000 രൂപയാണ് IIC ചോദിക്കുന്നത്, ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ GST അടക്കമുള്ള കണക്ക് 4,90,00,000, അറൗണ്ട് 5 കോടി രൂപ മാത്രമാണ്. അതിൽ 3 കോടി രൂപ ഇതിനകം നൽകിക്കഴിഞ്ഞു. ബാക്കി തുക സ്പോൺസർഷിപ്പിലൂടെ നൽകാം. അല്ലാതെ IIC പറയുന്ന 6,55,00,000 എന്ന കണക്കിലേക്ക് പോകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാവില്ല. അതിൽ പല കണക്കും ഊതിപ്പറപ്പിച്ച കണക്കുകളാണ്. പ്രത്യേകിച്ച് അതിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി 3 കോടി രൂപയൊക്കെ വകയിരുത്തിയതാണ് ഇത്ര വലിയ തുകയാകാൻ കാരണം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ അതൊരു പറഞ്ഞ് സമവായത്തിൽ എത്തിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ദേവസ്വം ബോർഡിനുള്ളത്. സ്വാഭാവികമായും അതൊരു തർക്കത്തിൽ പിരിയുകയാണെങ്കിൽ പിന്നീട് അത് കോടതി കയറുന്നതും നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. ഊരാളുങ്കലാണ് ഇതിന്റെ എതിർവശത്ത് നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയപരമായ ചില നീക്കങ്ങൾ കൂടി നടത്തി ഒരു സമവായത്തിലെത്താനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണാം എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നമ്മളെ അറിയിച്ചിട്ടുമുണ്ട്. യോഗം കഴിയുന്ന മുറക്കായിരിക്കും കാണുക. അതേതാണ്ട് 11 മണി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നത്തോടുകൂടി ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് കരുതേണ്ടത്. ബോർഡ് K. രാജു, ബോർഡ് അംഗം, അദ്ദേഹവും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബോർഡ് അംഗം കൂടി എത്തിയിട്ടുണ്ട്. നേരത്തെ K. ജയകുമാർ എത്തി. ഇപ്പോൾ ബോർഡ് അംഗം കൂടി എത്തി. ബോർഡ് അംഗം പ്രതികരിക്കാൻ സാധ്യതയില്ല, പ്രതികരിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗം K. രാജു കൂടി എത്തുന്നുണ്ട്. വല്ലാത്തൊരു സമയത്തായിട്ടോ തിരുവിതാംകൂർ ഈ ശബരിമലയിലെ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജയകുമാർ വരുന്നതല്ല. താങ്ക് യു റഹീസ് റഷീദ്. എന്തെല്ലാം ചോദ്യത്തിലാണ് K. ജയകുമാർ മറുപടി പറയേണ്ടി വരുന്നത്? പുള്ളിയുടെ കാലത്തൊന്നും അല്ലല്ലോ ഇതെല്ലാം നടന്നിരിക്കുന്നത്.